ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. അത് നമുക്ക് സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസാണ്. 20,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒരു ചെറിയ മിസ്സിങ്ങും അതേപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിൽ ചെറിയൊരു ടൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ക്യാമിൻ്റെ ഇവിടെ ചെറിയൊരു ഫ്രീ പ്ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ജെർക്കിങ് ഒക്കെ വണ്ടി കാണിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ അതൊരു കോപ്പർ വാഷ് ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണ്ടാവും. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. കാരണം ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്കത് മാറ്റേണ്ടി വരാം. അപ്പോൾ അത്യാവശ്യം ഒരുവിധം അഴുക്കിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ ചെയ്യണം. അതേപോലെ തന്നെ ക്ലച്ചിനകത്തായാലും ക്ലച്ചിൻ്റെ ബാക്കിൽ CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ പിന്നുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതും നമുക്ക് ഈ സർവീസുമായി ബന്ധപ്പെട്ട് ഓരോ 10,000-ലാണ് നമുക്ക് അതിൻ്റെ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടത്. പിന്നെ ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഉള്ളിലായാലും ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. ഈ പീസിലായിടുന്ന ഒരല്പം തേമാനം കാണിക്കുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് സാധനമാണ്. അതും ഒന്ന് ചേഞ്ച് ചെയ്തിടാം കേട്ടോ. പിന്നെ ക്ലച്ചൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കാരണം അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആ വണ്ടി മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്സിങ് കാണിച്ചിട്ട് വണ്ടി ഓഫായി പോണത് ഫ്യൂൽ പമ്പ് ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ടാങ്കിനകത്തും കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ഭാഗം അഴിച്ചേക്കാം കേട്ടോ. കാരണം ഫ്യൂൽ പമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. അതിൻ്റെ ഫിൽറ്ററൊക്കെ അത്യാവശ്യം അഴുക്ക് കയറിയിട്ട് ബ്ലോക്കാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാം. പിന്നെ നമുക്ക് ഈ പ്ലഗിലേക്കുള്ള ഈ HD കോയിലിൻ്റെ അളവിലും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഫ്യൂൽ ടാങ്ക് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടത്. കാരണം അതിനകത്ത് അത്യാവശ്യം കുറച്ച് അഴുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേ. അത് പെട്രോൾ പമ്പ് ചെയ്ത് കയറി വന്നതാണ്. അപ്പോൾ അത് കൈയോടെ അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്ന് തുരുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്യൂൽ ടാങ്ക് കൂടി നമ്മൾ കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു പ്രാവശ്യം കേബിൾ ടൈറ്റായിട്ട് ഇവിടെ ഒരു കേബിൾ നമ്മൾ വിടിച്ച് ഇട്ടിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹാൻഡിൽ ആക്സിലേറ്റർ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തേക്കൂടെ ആക്സിലേറ്റർ കേബിൾ മാറ്റി പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും കൂടുതൽ കേബിൾ ടൈറ്റ് വരും. കാരണം ഇത് ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയതുകൊണ്ട് വണ്ടി അനാവശ്യമായിട്ട് റേസ് ആവാൻ പാടില്ല. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയണം നല്ലത്. ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ 2 കേബിളാണ് വരായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 കേബിളും മാറ്റിയിടണമായിരിക്കും കുറേ കൂടി ബെറ്റർ. അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വോൾട്ട് 12.59 റേഞ്ചിൽ വരുന്നുണ്ട്. വോൾട്ടിൻ്റെ ഭാഗം ഓക്കെയാണ്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റ് ആരംഭിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കിനിപ്പം സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ വോൾട്ട് എങ്ങനെ വന്നതെന്നുള്ള കേസ് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കാരണം ഇതിൻ്റെ ഫ്യൂൽ പമ്പ് ആ സെൻസറുകളൊക്കെ കറക്റ്റ് ബാറ്ററി സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് വോൾട്ട് ഇതിനകത്തുനിന്ന് കിട്ടണമെന്നുണ്ട്. അപ്പോൾ വോൾട്ട് എത്ര ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പരമാവധി വേറെ പ്രോബ്ലം ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മാക്സിമം ഉപയോഗിക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇനി അതല്ല വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അതിനകത്തേക്ക് കയറുന്ന ചാർജിനകത്ത് വേരിയേഷൻസ് ഉണ്ട്. അതിൻ്റെ വോൾട്ടിൽ കുറവോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വണ്ടി റണ്ണിങ്ങിൽ നിൽക്കുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യും. ആ സമയത്ത് വോൾട്ട് കുറേ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഫ്യൂൽ പമ്പിനകത്ത് തന്നെ നമുക്ക് ഈ ഫിൽറ്ററൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം. ഫ്യൂൽ ഇഞ്ചക്ടർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അത് ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. എൻജിൻ ഓയിൽ ഓൾറെഡി മാറണുണ്ട് കേട്ടോ. ഓയിലും അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമുക്കൊന്ന് അഴിക്കാനുണ്ട്. ഫ്രണ്ട് ഇപ്പം നമുക്ക് ബാക്ക് വീൽ അഴിച്ച് നിർത്തിയതുകൊണ്ടാണ് ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടയറിൻ്റെ വൺ സൈഡ് ചെറിയൊരു തേമാനം കൂടുതലുണ്ട് റൈറ്റ് സൈഡ്. പക്ഷേ ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ലീക്കേജോ കാര്യങ്ങളോ ആക്ഷൻ കുറവോ കാര്യങ്ങളോ പ്രോബ്ലം ഒന്നുമില്ല. നോർമൽ നമുക്ക് സാധാരണ രീതിയിൽ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഒരു അല്പം തേമാനം ഉണ്ടാവാറുണ്ട്. പക്ഷേ പിന്നെ ഇതിനകത്ത് എയറൊക്കെ വളരെ കുറവാണ്. അത് എയർ ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്യൂബ്ലെസ് ടയറാണ് വന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് എയർ ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ മാറുന്ന കൂട്ടത്തിൽ പ്ലഗ് മാറുന്നത്, ഇതാണ് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് വരാം. അതും കൂടി നമുക്ക് ഒരുമിച്ച് കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ബാക്ക് ടയർ യൂസ് ചെയ്തേക്കുന്നത് ഈ മോഡൽ ടയറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞ് ഇതിനേക്കാളും ബെറ്റർ നമുക്ക് ആ ഫ്രണ്ട് ടയർ എടുക്കണുണ്ടോ. ഇതാണ് ശരിക്കും അതിൻ്റെ കമ്പനി വന്ന മോഡൽ. അതിനെ പറയാം സാപ്പർ മോഡൽ എന്ന് പറയാം.
ഈ ഓവർ ഗ്രിപ്പുള്ളത് ഓവർ കട്ടയുള്ള ഐറ്റം നോക്കിയെടുക്കാതിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഓടിക്കാനൊക്കെ സുഖം, അത്യാവശ്യം മൈലേജും കിട്ടുന്നത് കമ്പനി വരുന്ന മോഡലാണ് കുറച്ചുകൂടി നല്ലത്. അത് ഈ ടയർ കമ്പനി ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ MRF അപ്പോളോ സിയറ്റോ ഏതായാലും നമുക്ക് ആ ഡിസൈൻ ചൂസ് ചെയ്യുമ്പോൾ അതെടുക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവർ ഗ്രിപ്പാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാളിച്ചൊക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധിയും കമ്പനി ഐറ്റം അതേ മോഡൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഡിസൈൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അത്യാവശ്യം വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ബാക്കിയത്തെ എന്തെങ്കിലും അഡീഷണൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ആക്സിലേറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ തുടങ്ങിയിട്ട് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളും ഉൾപ്പെടുത്തി ഫ്യൂലിൻ്റെ ഫിൽറ്ററെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വിളിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഓടിച്ചു നോക്കിയിട്ട് ബാക്കിയത്തെ ബാറ്ററിയുടെ കണ്ടീഷൻ നെക്സ്റ്റ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.